പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമുക്കേവർക്കും അറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ചെന്നൈ എന്ന് പറയുന്ന മഹാനഗരത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടായി. ടി.വി.കെ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ റാലിയിൽ സംബന്ധിക്കാനെത്തിയ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരിൽ 39 ആളുകൾ മരണപ്പെടുകയും മറ്റു ചിലർ പരിക്കേറ്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. ഏതിരുന്നാലും ആശുപത്രിയിലായവർക്കും മരണപ്പെട്ടവർക്കും എൻ്റെ അനുശോചനം അറിയിക്കുകയും അതുപോലെ ഇനി ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം അവിടുത്തെ ഗവൺമെന്റും മുഖ്യമന്ത്രിയായ സ്റ്റാലിനും എടുത്ത നിലപാടുകളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പരസ്പരം ചെളിവാരി എറിയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ എന്നും മാതൃകയായി തമിഴ്നാട് ഗവൺമെന്റിന്റെ നിലപാടിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ആ സമയത്ത് അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് ആയുധമാക്കാതെ പരിക്കേറ്റവരെ ഓടിച്ചെന്ന് കാണുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുകയും തമിഴ്നാടിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു ദുരന്തം ആദ്യമാണെന്നും ഈ ദുരന്തമുണ്ടായവരുടെ കൂടെയാണ് സർക്കാർ എന്ന് അറിയിക്കുകയും ചെയ്തുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയമായി വിഭിന്ന അഭിപ്രായങ്ങളും നടത്താതെ രാഷ്ട്രീയത്തിലും വ്യക്തമായ മാന്യതയും സംസ്കാരവും മാനവികതയും ഉണ്ടെന്ന് പഠിപ്പിച്ച പ്രിയപ്പെട്ട സ്റ്റാലിനാണ് ഇന്നത്തെ നമ്മുടെ മനസ്സുകളിലൊക്കെ നേതൃത്വമായി രാഷ്ട്രീയത്തിൽ അഗ്രഗണ്യനായി നിൽക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്റ്റാലിൻ നിലപാട് കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുകയും അതുപോലെ സന്ദേശം കൊണ്ട് പല പല നയപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റു പലർക്കും ആകർഷകമായ രീതിയിൽ വളർന്നു വരികയും ചെയ്ത ഒരു സർക്കാരാണ്. പലർക്കും വിഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്. 5 വിരലുകൾ ഉണ്ടെങ്കിൽ 5 വിരലുകൾക്കും 5 കാഴ്ചപ്പാടുകളാണ്, 5 രാഷ്ട്രീയ ചിന്തകളാണുള്ളത്. പക്ഷെ എൻ്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു കാര്യത്തിൽ, ആ ഒരു തീരുമാനത്തിൽ, നയപരമായ ആ ഒരു തീരുമാനം, തന്ത്രപ്രധാനമായ ആ ഒരു തീരുമാനം, ആ സമയത്തെ പക്വമായ ഇടപെടൽ, അതിനെല്ലാം നാം ഒരു ബിഗ് സല്യൂട്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം മാതൃകയാക്കാൻ പറ്റുന്ന ഒരു നേതൃത്വമായി സ്റ്റാലിൻ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. തമിഴ്നാട് ഗവൺമെന്റിന് ആ ഒരു നിലപാട് സ്വീകരിച്ചതിന് എൻ്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിടാം.